നമ്മളിന്ന് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഒരു 10 ബാറ്ററി നമ്മൾ ഓഫറിലാണ് എടുത്തിരുന്നത്. അപ്പം ഫ്ലിപ്കാർട്ടിലൊരു ഓഫർ കണ്ടപ്പോൾ നമ്മളൊരു 10 ബാറ്ററി നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ബാറ്ററി തന്നെയാണ്. 2000 mAh ആണ്. നമുക്കൊന്ന് ബാക്കി എല്ലാ ബാറ്ററി നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയാണ്. അപ്പം എല്ലാം 4.5 കിട്ടുന്നുണ്ട്. അതിനകത്ത് ഡാമേജും കാര്യങ്ങളും വേറെ ബാറ്ററി ഒന്നുമില്ല. എല്ലാം നല്ല പക്ക വർക്കിംഗ് ആണ്. വെയിറ്റും കാര്യങ്ങളൊക്കെ ഇച്ചിരി കുറവാണ്. അപ്പം വെയിറ്റ് കുറവ് എത്രയും നോക്കല്ലേ, നമുക്ക് ഉപയോഗിച്ച് ഉണ്ടെന്നുണ്ടെന്ന് നോക്കാം. ഈ മേടിച്ച ബാറ്ററി എല്ലാം പാനലായിട്ട് കണക്ഷൻ ചെയ്യാം. 12 വോൾട്ട് എടുക്കാൻ വേണ്ടിയാണ് പാനലായിട്ട് കണക്ഷൻ ചെയ്യുന്നത്. അപ്പം ഫസ്റ്റ് സ്ക്രൂ ഡ്രൈവർ കൊണ്ട് കൊണ്ടുവശം ഒന്ന് ജസ്റ്റ് ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് കൊടുക്കണം. എന്നല്ലേ നമുക്ക് ഷോൾഡറിങ് ലെഡ് പിടിക്കത്തുള്ളൂ നല്ലപോലെ. നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന 1 mm കോപ്പർ വയറയാണ് എടുത്തിരിക്കുന്നത്, കേബിള്. അപ്പോൾ അത് വെച്ചാണ് നമ്മൾ ഷോൾഡർ ചെയ്യുന്നത്. നമ്മൾ ഷോൾഡർ ചെയ്യാൻ സ്പോട്ട് വെൽഡിങ് മെഷീൻ നമ്മുടെ കയ്യിലില്ല. അപ്പോൾ നമ്മൾ ഇങ്ങനെ വെൽഡ് ചെയ്ത് നമ്മൾ ഇത്രയും സ്പോട്ട് വെൽഡ് ചെയ്യുന്ന അത്രയും നല്ലതാണ്. നമ്മൾ ഷോൾഡറിങ് കൊണ്ട് ചെയ്യുമ്പോൾ അത്രയും ദോഷകരമാണ്. അപ്പം പെട്ടെന്ന് ബാറ്ററി ചൂടാകാനുള്ള സാധ്യതയുണ്ട്. ചൂടായി കഴിഞ്ഞാൽ പിന്നെ ഡാമേജ് ആവും. നമ്മൾ ശ്രദ്ധിച്ച കാര്യങ്ങൾ ഹീറ്റ് കുറച്ച് വേണം നമ്മൾ ചെയ്യാൻ, എന്നാലേ പക്കയായിട്ട് ഇരിക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഇത് പാനലായിട്ട് കണക്ഷൻ ചെയ്തിട്ട് ബാക്കി എങ്ങനെ നമുക്ക് വോൾട്ടേജും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് നോക്കാം. ഒരു പാനൽ കണക്ഷൻ കൊടുത്തു. അപ്പം പക്കയായിട്ട് 12 വോൾട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ഒക്കെ വർക്കിംഗ് ആണ്. 12 വോൾട്ട് നമ്മൾ ഔട്ട് കിട്ടുന്നുണ്ട്. അപ്പം പാനൽ ഔട്ട് നമ്മളിങ്ങനെയാണ് യൂസ് ചെയ്തെടുക്കേണ്ടത്. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ 6 ബാറ്ററിയാണ് നമ്മളിങ്ങനെ സെറ്റ് ചെയ്തെടുക്കേണ്ടത്. എന്നാലേ നമ്മൾ ആ VMS ബോർഡ് പക്കയായിട്ട് വർക്കാകത്തുള്ളൂ. നമ്മൾ ലൈഫ് ഇച്ചിരി ബാറ്ററിക്ക് ലൈഫ് നിൽക്കത്തുള്ളൂ. അപ്പോൾ നമ്മൾ പെട്ടെന്നൊരു പവർ കൊടുക്കുമ്പോഴത്തേന് പെട്ടെന്ന് ബാറ്ററി ഡൗൺ ആവും. അങ്ങനൊരു വിഷയം വരും. അങ്ങനെ 2 സെറ്റ് നമ്മൾ ബാറ്ററി സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ സെൻറ്റർ വരുന്നത് പോസിറ്റീവ്, അപ്പുറത്ത് നെഗറ്റീവ്. അപ്പോൾ ഞങ്ങൾ അങ്ങനെയാണ് പാനലിനെ കണക്ഷൻ ചെയ്യുന്നത്. പോസിറ്റീവും നെഗറ്റീവും ഷോർട്ട് ചെയ്യണം. ഇപ്പുറത്തെ സൈഡിലും നെഗറ്റീവും പോസിറ്റീവും ഷോർട്ട് ചെയ്യണം. അങ്ങനെയാണ് നമ്മൾ പാനൽ 12 വോൾട്ടിൻ്റെ ഔട്ട് കിട്ടും. അങ്ങനെയാണ് നമ്മൾ ചെയ്തെടുക്കേണ്ടത്. ഇനി 2 ബാറ്ററിയോടെ നമ്മൾ ജോയിൻ്റ് ചെയ്യാൻ പോവുകയാണ്. ജോയിൻ്റ് ചെയ്യുമ്പോഴത്തേന് പോസിറ്റീവോടെ നമ്മൾ പാനലായിട്ട് കണക്ഷൻ ചെയ്യണം. നെഗറ്റീവായിട്ട് പാനൽ കണക്ഷൻ ചെയ്യണം. പിന്നെ നമ്മൾ നെഗറ്റീവും പോസിറ്റീവായിട്ട് ഷോർട്ട് ചെയ്ത ഭാഗങ്ങൾ അതുപോലെ തന്നെ 2 ബാറ്ററിയായിട്ട് സെൻറ്ററിൽ നിന്ന് ഷോർട്ട് ചെയ്യണം. ഷോർട്ട് ചെയ്താൽ അങ്ങനെ ഷോർട്ട് ചെയ്താലേ ഉള്ളൂ എല്ലാ ബാറ്ററിയിലേക്കും വോൾട്ടേജ് മൂവ് ആയി പോകത്തുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഓരോ ബാറ്ററി ആയിട്ട് പിന്നെ ചാർജ് കൂടി ഇറങ്ങി നിൽക്കുമ്പോഴത്തേന് ഓരോ ബാറ്ററി ഡാമേജ് ആവാനുള്ള കൂടുതൽ സാധ്യതയാണ്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പാനൽ കണക്ഷൻ ചെയ്തെടുക്കേണ്ടത് 12 വോൾട്ട്. അപ്പം നമുക്ക് ഇതിനകത്ത് ഇനി ഓവറായിട്ട് ഇച്ചിരിയും ബാറ്ററിയുടെ കൂടുതൽ കൊടുക്കുകയാണെങ്കിൽ നമുക്കൊരു 14, 13 പല ആമ്പിയർ നമുക്ക് എടുക്കാൻ പറ്റും. അതിനനുസരിച്ച് നമ്മൾ VMS ബോർഡ് മാറ്റി കൊടുക്കാൻ മതി. ഈ VMS ബോർഡ് വെക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ബാറ്ററിക്ക് സേഫ്റ്റിക്ക് വേണ്ടിയാണ് ഈ VMS ബോർഡ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. അപ്പം ഓവർ ചാർജിങ് കട്ട് ഓഫ് ആകാൻ വേണ്ടി, പിന്നെ ഈ ബാറ്ററി ഇപ്പോൾ എന്തെങ്കിലും ഷോർട്ടായി എന്തെങ്കിലും വിഷയം ഉണ്ടാകുമ്പോൾ കട്ട് ഓഫ് ആകും ഈ VMS ബോർഡ്. അപ്പം അതിനുവേണ്ടിയാണ് ഈ VMS ബോർഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം വോൾട്ടേജ് പക്കയായിട്ട് നമുക്ക് വർക്കാവും. കുറച്ച് ഇപ്പം ചാർജ് ഡിമ്മാണെങ്കിലും VMS ബോർഡിൽ നമുക്കത് നല്ലപോലെ കാണിക്കും. അപ്പോൾ കാണിക്കാൻ വേണ്ടി നമ്മൾ കൂടുതലും ചെയ്യേണ്ടത് അത് ചെറിയ ചാർജിങ് മൊഡ്യൂളുണ്ട് നമ്മൾ ഇൻഡിക്കേഷൻ കാണിക്കാനുള്ള. അപ്പോൾ അത് വെച്ച് യൂസ് ചെയ്യുകയാണെങ്കിൽ ഇച്ചിരി എളുപ്പമാണ്. അപ്പോൾ നമ്മളിങ്ങനെയാണ് പാനൽ കണക്ഷൻ ചെയ്ത് എടുക്കേണ്ടത്. അപ്പം അറിയാത്തവർക്ക് ഏറ്റവും കൂടുതൽ വീഡിയോ 14 ആൾക്കാർക്ക് അറിയുന്നതാണ്.
പിന്നെ നിങ്ങളെന്തെങ്കിലും കമൻറ്റും കാര്യങ്ങളും എൻ്റെ ഭാഗത്ത് നിന്നിട്ട് തെറ്റുണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻറ്റ് ബോക്സിലൊന്നും അറിയിക്കേണ്ടതാണ്. അങ്ങനെ നമ്മൾ BMS ബോർഡ് കണക്ഷൻ കാര്യങ്ങളൊക്കെ കൊടുത്തു. BMS ബോർഡിൽ നിന്നൊക്കെ 12 തൊട്ട് നമുക്ക് ഔട്ട് കിട്ടും. അപ്പോൾ നമ്മൾ 6 ബാറ്ററിയാണ് ടോട്ടൽ നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പം നമ്മൾ കാണിച്ച പോലെ തന്നെ നമ്മൾ പോസിറ്റീവ് നെഗറ്റീവും ഷോട്ട് ചെയ്ത് അതിൻ്റെ സെൻറ്ററിൽ നിന്ന് നമ്മൾ ഷൂട്ട് ചെയ്തെടുത്തു. നെഗറ്റീവും നമ്മൾ പാനലായിട്ട് നമ്മൾ ഷൂട്ട് ചെയ്തു. അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡും പോസിറ്റീവും ഷൂട്ട് ചെയ്തെടുത്തു. നെഗറ്റീവും പോസിറ്റീവോടെ നമ്മൾ പിന്നെ സെൻറ്ററിൽ നിന്ന് ഷൂട്ട് ചെയ്തെടുത്തു. അങ്ങനെ നമ്മളിവിടെ പാനലായിട്ട് കൊടുത്തിട്ടുണ്ട്. ചിലതിൻ്റെ അകത്ത് B+, B-, B നെഗറ്റീവ് ആണെന്ന് കൊടുത്തിരിക്കുന്നത്. ഇതിനകത്ത് നമ്മൾ കൊടുത്തിരിക്കുന്നത് 12 വോൾട്ട്. പിന്നെ അപ്പുറത്ത് നെഗറ്റീവ് VO എന്നാണ് നമ്മൾ അപ്പുറത്ത് നെഗറ്റീവ് കൊടുത്തിരിക്കുന്നത്. അപ്പം അങ്ങനെയാണ് നമ്മൾ കണക്ഷൻ ചെയ്ത് എടുക്കേണ്ടത്. തിരിഞ്ഞ് പോയി കഴിഞ്ഞാൽ VMS ബോർഡ് ഷോർട്ട് ആവാനുള്ള സാധ്യത കൂടുതലും സാധ്യതയാണ്. VMS ബോർഡും പിന്നെ ബാറ്ററിയും